നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 31-ാമത്തെ കഥ. കിട്ടുന്ന പണമെല്ലാം ധൂർത്തടിച്ച് ചിലവാക്കുക. അത് രാമൻ്റെ സ്വഭാവമായിരുന്നു. അക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേണ്ടതായി വന്നു. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തിയോട് പണം കടം വാങ്ങുകയും ചെയ്തിരുന്നു. ഒരിക്കൽ രാമൻ്റെ ഭാര്യയ്ക്ക് രോഗമായി. മരുന്ന് വാങ്ങാൻ വൈദ്യന് കൊടുക്കാൻ പണം വേണം. രാമൻ ചക്രവർത്തിയോട് 100 സ്വർണ്ണ നാണയങ്ങൾ കടം മേടിച്ചു. ആ പണം ചെലവാക്കിയതോ ഭാര്യയുടെ ദീനത്തിനും അല്ലാത്തതിനും. ഇന്ന ദിവസം പണം മടക്കി കൊടുക്കാമെന്ന് രാമൻ ഏറ്റിരുന്നു. ആ ദിവസം കടന്നുപോയിട്ടും വാഗ്ദാനം പാലിക്കാൻ സാധിച്ചില്ല. 1-2 തവണ ചക്രവർത്തി പണം ആവശ്യപ്പെട്ടു. രാമൻ്റെ കയ്യിൽ പണം എവിടെ? അടുത്ത കാലത്തൊന്നും കടം തീർക്കാൻ വഴിയും കണ്ടില്ല. രാമൻ അറിയാതെ അയാളുടെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് കടം കൊടുത്ത തുക ചോദിക്കണം. അതിനാൽ ചക്രവർത്തി ഒരുങ്ങിയിറങ്ങി. പക്ഷേ രാമന് ആ വിവരം ലഭിക്കുക തന്നെ ചെയ്തു. അയാൾ അമ്മയ്ക്കും ഭാര്യയ്ക്കും വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് മൂടി പുതച്ച് കിടപ്പുമായി. ചക്രവർത്തി എത്തിച്ചേർന്നപ്പോൾ എന്താണ് കണ്ടത്? രാമൻ നിശ്ചലനായി കിടക്കുന്നു. അയാളുടെ ഭാര്യയും അമ്മയും അരികത്തിരുന്ന് കരയുന്നു. അവരുടെ കരച്ചിൽ വെറും നാട്യമാണ്. അതുണ്ടോ ചക്രവർത്തി അറിയുന്നു? അദ്ദേഹത്തിന് വല്ലാത്ത മനോവിഷമം തോന്നി. എന്തുണ്ടായി? അദ്ദേഹം അന്വേഷിച്ചു. തിരുമേനി, എൻ്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു മനസ്താപമുണ്ട്. അങ്ങയുടെ കടം വീട്ടിയില്ലല്ലോ എന്ന്. കടം തീരാതെ മരിച്ചാൽ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ലത്രേ, രാമൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അറിയിച്ചു. ചക്രവർത്തിയുടെ ഹൃദയം ആർദ്രമായി. രാമന് എന്നോട് കടമുണ്ട്, ശരി തന്നെ. പക്ഷെ ഞാൻ ആ കടം ഇതാ എഴുതിത്തള്ളിയിരിക്കുന്നു. എനിക്കിനി ആ 100 സ്വർണ്ണ നാണയങ്ങൾ ആവശ്യമില്ല, പോരെ? ഇനി രാമൻ സമാധാനത്തോടെ മരിച്ചുകൊള്ളട്ടെ. ഞാൻ അയാളുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, ചക്രവർത്തി ആത്മാർത്ഥതയോടെ പറഞ്ഞു. പൊടുന്നനെ കിടന്നിരുന്ന രാമൻ ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞിരുന്നു. കടത്തിൽ നിന്നും മോചനം ലഭിച്ചതിൻ്റെ സന്തോഷം. രാമ, നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണെന്നാണല്ലോ ഇവർ പറഞ്ഞത്. എന്നിട്ടാണോ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്നത്? ചക്രവർത്തി അല്പം നീരസത്തോടെ ചോദിച്ചു. രാമൻ മറുപടി നൽകി. തിരുമേനി, വാസ്തവത്തിൽ ഞാൻ മരിക്കാൻ കിടക്കുകയായിരുന്നു. കടത്തിൻ്റെ ഭാരമാണ് എന്നെ മരിക്കാൻ കിടത്തിയത്. തിരുമേനി ആ ഭാരം എൻ്റെ പുറത്തു നിന്നും എടുത്തു. അതോടെ മരിക്കാൻ കിടന്ന ഞാൻ ജീവിക്കാനായി എഴുന്നേറ്റു. നന്ദി.